നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മറുടെ വേൾഡ് കപ്പ് പാർട്ടിസിപ്പേഷൻ്റെ കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാർലോ അഞ്ചലോട്ടി തീരുമാനിച്ചിരിക്കുന്നു, സാന്റോസിൻ്റെ മത്സരങ്ങൾ വീക്ഷിക്കണം, ഡയറക്റ്റായിട്ട് പോയിട്ട് കാണണം, നെയ്മർ ജൂനിയറുടെ പ്രകടനം നേരിട്ട് കാണണം. നമുക്കറിയാം, മാർച്ച് മാസത്തിലെ കോളപ്പിന് മുമ്പ് അദ്ദേഹം അങ്ങനെ സാന്റോസിൻ്റെ കളി കാണാൻ വേണ്ടി പോയിരുന്നു. പക്ഷേ നെയ്മർ അപ്രതീക്ഷിതമായിട്ട് ആ കളി കളിക്കുന്നില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു. അത് വലിയ രൂപത്തിൽ അന്ന് വിവാദമായിട്ട് മാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ നെയ്മറുടെ കളി ശരിക്കും വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ചലോട്ടി വീണ്ടും തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു. ബ്രസീൽ മാധ്യമം ഗ്ലോബോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളിലേക്ക് നമ്മളിന്ന് പോവുകയാണ്. അതായത് നെയ്മറുടെ പ്രോഗ്രസ്സിൽ കൃത്യമായിട്ട് ഒരു കണ്ടുവെച്ച് നിരീക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് കാർലോ അഞ്ചലോട്ടി. അദ്ദേഹം ഇപ്പോൾ സാന്റോസിൻ്റെ മത്സരം കാണാൻ വേണ്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ് നെയ്മർ ജൂനിയറുടേത് അടക്കമുള്ള മത്സരങ്ങൾ കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വേൾഡ് കപ്പ് കോളപ്പിന് മുമ്പാണ് ഇത്തരത്തിലൊരു ഒബ്സർവേഷനിലേക്ക് പോകുന്നത്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ പ്രകടനം നേരിട്ട് കാണാൻ വേണ്ടി കാർലോ അഞ്ചലോട്ടി പോകും. ഇറ്റാലിയൻ കോച്ച് ഇനി ബ്രസീലിയൻ താരങ്ങൾ കളിക്കുന്ന മത്സരങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം കാനഡയിൽ നിന്ന് എത്തിയതിന് ശേഷം ആ ഒരു നീക്കത്തിലേക്ക് പോകും. 55 നോമിനീസിനെ ഓൾറെഡി ഒരു പ്രിലിമിനറി ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലുള്ള താരങ്ങളുടെ മത്സരങ്ങൾ കാണാൻ വേണ്ടി, അവരുടെ ക്ലബ്ബുകളുടെ കളികൾ കാണാൻ വേണ്ടിയിട്ട് കാർലോ അഞ്ചലോട്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫോ നിരന്തരം യാത്ര ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഏതായാലും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, അടുത്ത ലിസ്റ്റ് മെയ് 11 മുമ്പ് പ്രിലിമിനറി ലിസ്റ്റ് ഫിഫക്ക് സബ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫൈനൽ കോളപ്പ് നടത്തും. ഫൈനൽ കോളപ്പ് ബ്രസീൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മെയ് 18 സോ അതിനു മുമ്പ് നെയ്മറുടെ ഒരു മത്സരം കാണാൻ വേണ്ടി അഞ്ചലോട്ടി എത്തും. അദ്ദേഹത്തിൻ്റെ പ്രകടനം നേരിട്ട് വിലയിരുത്തുകയും ചെയ്യും. ഇപ്പോൾ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നെയ്മർക്ക് അനുകൂലമായിട്ട് മാറുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ബ്രസീലിൽ നിന്ന് വരുന്നത്. കാരണം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ സെറ്റപ്പിൽ നെയ്മർ അത്യാവശ്യമാണ് എന്ന് സ്പോൺസേഴ്സ് ആവശ്യപ്പെടുന്നു. അതായത് സാന്റോസിൻ്റെ സൂപ്പർ താരത്തെ വേൾഡ് കപ്പ് ടീമിലേക്ക് എടുക്കണം എന്നുള്ളത് സ്പോൺസേഴ്സിൻ്റെ കൂടി ആവശ്യമാണ്. ബ്രസീലിയൻ TV നെറ്റ്വർക്ക്, ബ്രോഡ്കാസ്റ്റേഴ്സ് ഒക്കെ വേൾഡ് കപ്പിൽ നെയ്മർ ഉണ്ടാകണം എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കാർലോ അഞ്ചലോട്ടി നെയ്മറുടെ കാര്യത്തിൽ പോസിറ്റീവായിട്ടാണ് ലേക്കിപ്പിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പ്രതികരിച്ചത് എന്ന കാര്യം കൂടി നോക്കുക. സോ എല്ലാ പ്രഷറിങ് കൂടി പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുമെന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ നെയ്മർ ജൂനിയർ ഇപ്പോൾ 90 മിനിറ്റ് കളിക്കുന്നുമുണ്ട്. അദ്ദേഹം ഫിസിക്കലി ഫിറ്റാണ് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.